ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേവികയും ഇസബല്ലയും പ്രഭാവതിയും എല്ലാവരും തന്നെ വിചാരിക്കുന്ന പോലെ നന്ദനെ ആരും തന്നെ മാറ്റിയിരിക്കുകയല്ല, മറിച്ച് നന്ദൻ തന്നെ എവിടേക്കോ മാറിയിരിക്കുകയാണ് എന്നൊരു കാര്യം തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഒരു നാടകം കളിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന അരുന്ധതി എന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ടു പോവാണ്. പ്രഭാവതിയോട് പോയിട്ട് നന്ദൻ എവിടെ, നിങ്ങളെല്ലാവരും കൂടി അവൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ എല്ലാത്തിനും മറുപടിയായിട്ട് ദേവിക പറയാണ്. അതായത് നന്ദു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും അനുഭവിക്കും. ഇനിയിപ്പോൾ മേഡത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീട് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ തന്നെ അരുന്ധതി എന്നുണ്ടെങ്കിൽ ദേവികയുടെ ആ ധൈര്യം കണ്ടിട്ട് ആകെ പേടിച്ചു പോവാണ്. ഋഷി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു കാര്യം അരുന്ധതിക്ക് നല്ലോണം അറിയാം. എന്നിട്ടും ചന്ദ്രോത്ത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്നല്ലോ എന്നൊരു കുറ്റബോധം അരുന്ധതിക്ക് നല്ലോണം വരികയാണ്. ഏതായാലും ഇതേ സമയം ഹരിവക്കീലെന്നുണ്ടെങ്കിൽ ഐസക്കിനെ കാണുന്നുണ്ട്. 2 ദിവസമായിട്ടും കേസിന് ഒരു പുരോഗമതിയും ഇല്ലാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഐസക്കിനെ നല്ലോണം തന്നെ വരട്ടാണ്. ഇനിയും ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോവാനാണെങ്കിൽ കേസ് മറ്റൊരാൾക്ക് ഏൽപ്പിക്കേണ്ടി വരും എന്നൊരു താക്കീതും ഐസക്കിന് കൊടുക്കുന്നുണ്ട്. ഐസക്കാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇസബല്ലയെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ദേവികയും ഹരിവക്കീലും കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാനാണ് പറയണത്. എനിക്കിനിയും ഈ കേസ് ഇങ്ങനെ അന്വേഷിക്കാതെ ഇരിക്കാൻ പറ്റില്ല, എൻ്റെ ജോലി വരെ പോണതാണ് എന്നെല്ലാം ഇസബല്ലയെ വിളിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം രചനയെന്നുണ്ടെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പറയാണ്, ഇവിടെ എന്താണ് ഈ നടക്കുന്നത്? നന്ദുവിനെ കാണാതെയായിട്ട് 2 ദിവസമായി. ഒരു MLA ആയിട്ട് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്കാന്നുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണം എന്ന് പോലും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നീ ഇങ്ങനെ കാര്യം അറിയാണ്ട് ഒന്നും പറയണ്ട. ദേവിക മോളാണ് ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അരുന്ധതി പോലും ഇവിടെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ ദേവികയാണ് കറക്റ്റായിട്ട് ഇടപെട്ട് എന്നിങ്ങനെ രചനയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ശാരിക എന്നുണ്ടെങ്കിൽ കെവിനെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. കെവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദേട്ടനെ കാണാണ്ട് 2 ദിവസമായി. നമ്മളറിയാത്ത ഏതെങ്കിലും ശത്രുക്കൾ നന്ദേട്ടന് ഉള്ളതായിട്ട് കെവിനേട്ടന് അറിയോ? ഇനിയിപ്പോ ഇസബല്ല തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്? ചേച്ചിയോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ടാണോ ഇങ്ങനെ ചെയ്യണത് എന്നെല്ലാം ചോദിക്കുമ്പോ തന്നെ ഇല്ല ശാരി, ഇസബല്ലയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊരു കാര്യം ശാരികയായിട്ട് പങ്കുവെക്കുകയാണ്. പിന്നീട് രജനി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്ദന്റെ റൂം എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് അവൻ എഴുതിയതുപോലുള്ള ഒരു ഡയറി കിട്ടുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇസബല്ലയും കെവിനും തന്നെ ചതിക്കുകയായിരുന്നു. എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളതും പക തീർക്കാനുള്ളതും അരുന്ധതിയോടാണ് എന്നുള്ള കാര്യം അതിലെഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പ്രഭാവതിയും രജനിയും ആകെ ഷോക്കായി പോവാണ്. അതായത് നന്ദൻ എല്ലാ കാര്യവും നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നൊരു കാര്യം ഈ ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഡയറി കിട്ടിയതോട് കൂടിയിട്ട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ ആകെ തകർന്നു പോവാണ്. രചന എന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ കരയുന്നുണ്ട്. പക്ഷെ പ്രഭാവതിക്ക് ഒരു താങ്ങുന്ന പോലെ അമ്മ ഒരിക്കലും പേടിക്കരുത്, നന്ദൻ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു ഡയറി കുറിപ്പ് കിട്ടിയെന്ന് ദേവികയും അറിയുന്നുണ്ട്. ദേവിക എന്നുണ്ടെങ്കിൽ CPയെ കണ്ട് സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് നന്ദന്റെ അടുത്തുനിന്ന് ഒരു ഡയറി കുറിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് അരുന്ധതി മേഡത്തിനോടാണ്. ഋഷിയെ കൊന്നതിന്റെ പേരിൽ നന്ദുവിന് സങ്കടമല്ലേ വരേണ്ടത്, എന്നിട്ട് പോലും മേഡത്തിനോട് എന്തിനാണ് ഇത്രയും വലിയ വൈരാഗ്യം എന്നെല്ലാം കേൾക്കുമ്പോൾ തന്നെ CP എന്നുണ്ടെങ്കിൽ ആകെ വല്ലാതെയായി പോവാണ്. ഏതായാലും ഈ ഒരു കാര്യം അരുന്ധതി മേഡത്തിനെയും ഋഷിയെയും അറിയിക്കണമെന്ന് CP എന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് എല്ലാ കാര്യങ്ങളും കെവിനാന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ട്. അതായത് നന്ദൻ ഇങ്ങനെ ഒരു ഡയറി കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നറിയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇസബല്ലനെയും അറിയിക്കുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് ഇസബല്ലയ്ക്കും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ വിചാരിച്ച പോലെയല്ല ആവണത്, എന്തോ ഒരു വലിയ ചതി ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നൊരു കാര്യം ഇസബല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.